ലോകത്തെ അമ്പരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സിംപ്സൺസ് എന്ന കാർട്ടൂൺ മുൻകൂട്ടി കാണാറുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പദവി മുതൽ സ്മാർട്ട് വാച്ചുകൾ വരെ. ഇത് വെറും യാദൃശ്ചികതയാണോ, അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സിംപ്സൺസ് പ്രവചനങ്ങളുടെ സത്യവും അതോടൊപ്പം ഇന്റർനെറ്റിലെ ചില ഞെട്ടിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമാണ്. ഡൊണാൾഡ് ട്രംപ് സിംപ്സൺസ് ഏറ്റവും പ്രശസ്തമായ സിംപ്സൺസ് പ്രവചനം ഡൊണാൾഡ് ട്രംപിൻ്റെതാണ്. 2000 പുറത്തിറങ്ങിയ ബാർട്ട് ടു ദ ഫ്യൂച്ചർ എന്ന എപ്പിസോഡിൽ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതായി കാണിക്കുന്നുണ്ട്. അന്ന് അതൊരു തമാശ മാത്രമായിരുന്നു. എന്നാൽ 2016 അത് സത്യമായി. ഇതിനു പുറമെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ സിംപ്സൺസ് പ്രവചനം എന്ന പേരിൽ വ്യാജ വീഡിയോകൾ പ്രചരിക്കാറുണ്ട്. ട്രംപിന്റെ മരണം പ്രവചിച്ചു എന്ന രീതിയിലുള്ള വീഡിയോകൾ പലതും എഡിറ്റ് ചെയ്ത വ്യാജ പ്രചാരണങ്ങളാണ്. സത്യത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കി തമാശ രൂപേണ അവതരിപ്പിക്കുകയാണ് സിംപ്സൺസ് എഴുത്തുകാർ ചെയ്യാറുള്ളത്. സ്മാർട്ട് വാച്ചുകൾ. 1995 ലിസ വെഡ്ഡിംഗ് എന്ന എപ്പിസോഡിൽ ഒരു കഥാപാത്രം വാച്ചിലൂടെ സംസാരിക്കുന്നത് കാണാം. ഇത് സിംപ്സൺസ് പ്രവചിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ അത്തരം സങ്കല്പങ്ങൾ അന്നത്തെ ശാസ്ത്ര കഥകളിലും മറ്റും സാധാരണമായിരുന്നു. അതൊരു പ്രവചനമായിരുന്നില്ല, മറിച്ച് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം എന്നതിനെക്കുറിച്ചുള്ള അവരുടെ നിരീക്ഷണമായിരുന്നു. മൈക്കിൾ ജാക്സണും റെപ്റ്റീലിയൻസും. സിംപ്സൺസിനെ ചുറ്റിപ്പറ്റി ചില അസ്വാഭാവികമായ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ലോകത്തെ ഭരിക്കുന്നവർ റെപ്റ്റീലിയൻസ് അഥവാ പല്ലിയുടെ രൂപമുള്ള അന്യഗ്രഹ ജീവികളാണ് എന്നൊരു പ്രചാരണമുണ്ട്. പല ഉന്നത വ്യക്തികളെയും ഇതിലേക്ക് വലിച്ചിഴക്കാറുണ്ട്. കൂടാതെ മൈക്കിൾ ജാക്സന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പലതരത്തിലുള്ള വ്യാജ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഓർക്കുക, ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല. ഇത്തരം തമാശകളെ ഗൗരവകരമായ ഗൂഢാലോചനകളായി തെറ്റിദ്ധരിക്കുന്നത് നിർഭാഗ്യകരമാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ പ്രവചനങ്ങൾ. സിംപ്സൺസ് പലപ്പോഴും കായിക രംഗത്തെക്കുറിച്ചും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2014 ഫിഫ അഴിമതിയെക്കുറിച്ച് അവർ നേരത്തെ സൂചന നൽകിയിരുന്നു. എന്നാൽ പോർച്ചുഗൽ വേഴ്സസ് മെക്സിക്കോ ഫൈനൽ പോലുള്ള പ്രവചനങ്ങൾ പലതും ഇന്റർനെറ്റിൽ വരുന്ന വ്യാജ ക്ലിപ്പുകളാണ്. കളിയിലെ സാധ്യതയെക്കുറിച്ച് കാർട്ടൂണുകളിൽ വരുന്ന തമാശകൾ പലരും ഗൗരവമായി എടുക്കുന്നതാണ് ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് കാരണം. അപ്പോൾ എന്താണ് ഇതിലെ സത്യം? സിംപ്സൺസ് എഴുത്തുകാരുടെ സാമൂഹിക അവബോധവും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള അവരുടെ കഴിവും അപാരമാണ്. ഒരുപാട് വർഷങ്ങളായി തുടരുന്ന ഒരു പരമ്പര ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ യാദൃശ്ചികമായി സത്യമായി മാറുന്നു. ഇതിനെ മാന്ത്രിക പ്രവചനങ്ങളായി കാണുന്നതിനേക്കാൾ അതൊരു മികച്ച നിരീക്ഷണ പാഠവുമായി കാണുന്നതാണ് ശരി. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിശ്വസിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ കാർട്ടൂണിനെ ഒരു പ്രവാചകനായി കാണുന്നത്? ഇതിനെ ഇല്യൂഷറി പാറ്റേൺ പെർസെപ്ഷൻ എന്ന് ശാസ്ത്രം വിളിക്കുന്നു. അതായത് വലിയൊരു വിവരശേഖരത്തിൽ 700-ലധികം എപ്പിസോഡുകളുള്ള വിവരശേഖരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണുകൾ മാത്രം തിരഞ്ഞെടുത്ത് അതിനെ ഒരു വലിയ അർത്ഥമായി വ്യാഖ്യാനിക്കാൻ നമ്മുടെ തലച്ചോറ് ശ്രമിക്കുന്നു. 30 വർഷത്തെ ചരിത്രമുള്ള ഒരു ഷോയിൽ കോടിക്കണക്കിന് തമാശകൾ പറഞ്ഞാൽ അതിൽ ചിലത് യാദൃശ്ചികമായി സത്യമാകുന്നത് അത്ഭുതകരമായ ഒന്നല്ല, മറിച്ച് കേവലമായ ഗണിതശാസ്ത്രമാണ്. സത്യാവസ്ഥയും ഉത്തരവാദിത്വവും. അവസാനമായി ഒരു കാര്യം കൂടി. ഇന്റർനെറ്റിൽ കാണുന്ന പല പ്രവചനങ്ങളും ഇന്ന് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടവയാണ്. AI ഉപയോഗിച്ച് വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും പഴയ ക്ലിപ്പുകൾ എടുത്തുമാറ്റി പുതിയ വാർത്തകളോട് ചേർത്ത് വെക്കാനും ഇന്ന് ആർക്കും സാധിക്കും. മൈക്കിൾ ജാക്സന്റെ വിയോഗമോ ലോക നേതാക്കൾ റെപ്റ്റീലിയൻസ് ആണെന്നുള്ളതോ ആയ അസംബന്ധവാദങ്ങൾ വെറും ഒരു വിനോദത്തിനപ്പുറം വലിയൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നുണ്ട്.
ഇന്റർനെറ്റിൽ കാണുന്നതെന്തും കണ്ണുമടച്ച് വിശ്വസിക്കാതെ അതിൻ്റെ ഉറവിടം പരിശോധിക്കാൻ നമ്മൾ ശീലിക്കണം. ദ സിംസൺസ് ഒരു മികച്ച കലാസൃഷ്ടിയാണ്, അല്ലാതെ ലോകത്തിൻ്റെ ഭാവി എഴുതി വച്ച ഗ്രന്ഥമല്ല. സത്യം തിരിച്ചറിയുക, വിവേകത്തോടു കൂടി ചിന്തിക്കുക. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് പദവി മുതൽ സ്മാർട്ട് വാച്ചുകളും ഫേസ് ടൈം പോലുള്ള സാങ്കേതിക വിദ്യകൾ വരെ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച ദി സിംസൺസ് വെറുമൊരു കാർട്ടൂൺ മാത്രമല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഇത് ശരിക്കും ഭാവി പ്രവചനമാണോ, അതോ വെറും യാദൃശ്ചികതയാണോ? സത്യം പറഞ്ഞാൽ ഇതിനു പിന്നിൽ വലിയൊരു മാജിക്കോ അല്ലെങ്കിൽ ടൈം ട്രാവലോ ഒന്നുമില്ല. ഈ ഷോയുടെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഗണിത ശാസ്ത്രജ്ഞരും മികച്ച എഴുത്തുകാരുമൊക്കെയാണ്. അവർ നമ്മുടെ സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ടെക്നോളജിയെയും അത്രയധികം നിരീക്ഷിച്ച് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ വളരെ ബുദ്ധിപൂർവം കാർട്ടൂണിലൂടെ അവതരിപ്പിച്ചു. നൂറുകണക്കിന് എപ്പിസോഡുകൾ അവർ കാണിച്ച് ആയിരക്കണക്കിന് കോമഡി തമാശകളിൽ ചിലത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മാന്ത്രിക പ്രവചനം എന്ന് വിളിക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ ഭാവനയുടെയും കൃത്യമായ നിരീക്ഷണത്തിന്റെയും ഒരു വിജയമായി കാണുന്നതാവും കൂടുതൽ ശരി. ഭാവിയിൽ ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ സിംസൺസ് പ്രവചിച്ചതുപോലെ സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. കഴിഞ്ഞ 35 വർഷത്തിലേറെയായി 750-ലധികം എപ്പിസോഡുകളിലായി 10,000-കണക്കിന് കഥകളാണ് അവർ പറഞ്ഞു പോയത്. ഇത്രയധികം കാര്യങ്ങൾ പ്രവചിക്കുമ്പോൾ അതിൽ ഒരു 20 അല്ലെങ്കിൽ 30 കാര്യങ്ങൾ ഭാവിയിൽ സത്യമായി ഭവിച്ചു എന്നത് ഒരു അത്ഭുതമല്ല, മറിച്ച് ഗണിതശാസ്ത്രപരമായ ഒരു സാധ്യത മാത്രമാണ്. വേൾഡ് കപ്പിന്റെ പ്രവചനം കണ്ട് സിംസൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കപ്പുറപ്പ എന്ന് പറഞ്ഞ് അവർ പന്തയവും തുടങ്ങിക്കാണും. ആ എപ്പിസോഡ് ഫുൾ ആയി കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ആ മത്സരത്തിൽ ആരാണ് ജയിക്കുന്നത് എന്ന് കാർട്ടൂണിൽ കാണിക്കുന്നില്ല. പകരം കളി തുടങ്ങി കഴിയുമ്പോൾ രണ്ടു ടീമിലെയും കളിക്കാർ ഗ്രൗണ്ടിൽ വെച്ച് തല്ലുകൂടാൻ തുടങ്ങും. അതുകൊണ്ട് കാണികൾ ദേഷ്യം പിടിച്ച് സ്റ്റേഡിയം മൊത്തം അടിച്ചു പൊളിക്കുന്നതാണ് ആ പ്രവചനം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മെക്സിക്കോയും പോർച്ചുഗലും തമ്മിൽ ശരിക്കും ഫൈനൽ വരുമോ? വന്നാൽ ആരായിരിക്കും വിജയിക്കുക? പ്രവചനങ്ങൾ താഴെ